പിൻവലിച്ചാൽ 13,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. ഹർജിയിൽ വിശദമായി വാദം കേൾക്കണമെന്ന് കേരളം. ധനകാര്യ വിഷയങ്ങളിൽ ഇടക്കാല ഉത്തരവിറക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും സുപ്രീം കോടതി. ഹർജി മാർച്ച് 6-ന് വീണ്ടും പരിഗണിക്കും. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഇപ്പോൾ നടന്ന ചർച്ചയിൽ ഉൾപ്പെടെ ഈ സുപ്രീം കോടതിയിലെ ഹർജി അത് വലിയ അതൃപ്തിയായി കേന്ദ്രം മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ എന്താണ് സുപ്രീം കോടതിയെ കേന്ദ്രം അറിയിക്കുന്നത്? ഹർജിയായിട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു കാര്യമാണോ പറയുന്നത്? കേരളത്തിന്റെ മറുപടി എന്താകും? കേരളവും കേന്ദ്രവും തങ്ങളുടെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്നതാണ് ഇന്നത്തെ ഈ സുപ്രീം കോടതി നടപടികളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ അറിയിച്ചത് ഈ കേസും അതുപോലെ തന്നെ ചർച്ചയും കേസും ഒരുപോലെ ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല എന്നതാണ്. കേരളം ഈ കേസ് നിലവിൽ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന കേസ് പിൻവലിക്കുകയാണെങ്കിൽ 11,000 കോടിയും അതിനോടൊപ്പം തന്നെ 2,000 കോടിയും കൂടി ചേർത്ത് ഏതാണ്ട് 13,000 കോടി രൂപയോളം കടമെടുക്കുന്നതിനുള്ള അനുമതി സംസ്ഥാന സർക്കാരിന് നൽകാമെന്ന് ഇന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ആവശ്യം അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം കേരളം നിരാകരിക്കുകയാണ് ഉണ്ടായത്. കാരണം കേരളത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചത് കേസ് ഇല്ലെങ്കിൽ പോലും നിലവിൽ ഈ പറയുന്ന 11,000 കോടി രൂപ എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അർഹതപ്പെട്ട ഈ കടമെടുപ്പ് പരിധിയിൽ അർഹതപ്പെട്ട കാര്യമാണ്. അതായത് കേസ് നൽകിയില്ല എങ്കിൽ പോലും ഈ കാലയളവിൽ 11,000 കോടി രൂപ കടമെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് കഴിയുന്നതാണ്. എന്നാൽ സംസ്ഥാനമാകട്ടെ ആവശ്യപ്പെടുന്നത് 26,000 കോടി രൂപ കടമെടുക്കാനുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രത്തിന്റെ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് കപിൽ സിബൽ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷം സംസ്ഥാന സർക്കാർ ഈ കടം അണ്ടർ ബോറോയിങ്, അതായത് കടം സാധാരണ എടുക്കുന്നതിനേക്കാളും വളരെ കുറച്ചാണ് എടുക്കുന്നതെന്നാണ് കപിൽ സിബൽ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഈ വൈദ്യുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട 5,000 കോടി രൂപ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിനാകട്ടെ കേരളത്തിന് ഈ തുക നൽകിയിട്ടില്ല എന്നാണ് കപിൽ സിബൽ വ്യക്തമാക്കുകയും ചെയ്തത്. അതായത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന തുക പോലും കേരളത്തിന് ഈ കേസിന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകുന്നില്ല എന്ന ഗുരുതരമായ ആരോപണവും കപിൽ സിബൽ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിന്റെ സ്ഥിതി എന്നാണ് കപിൽ സിബൽ വിശേഷിപ്പിച്ചത്. കാരണം വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേരളം ചെലവഴിക്കുന്നതിൻ്റെ അത്ര തുക രാജ്യത്തെ മറ്റൊരു സംസ്ഥാനവും ചെലവഴിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ കേന്ദ്രമാകട്ടെ ഇന്ന് സുപ്രീം കോടതിയിലെടുത്ത നിലപാട് ഈ ഗൈഡ് ലൈൻസ് അഥവാ മാർഗരേഖ പ്രകാരമുള്ള കടമെടുപ്പിനാണ് സംസ്ഥാനത്തിന് അനുമതി നൽകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഈ GDP-യുടെ 3% അതിനപ്പുറത്തേക്ക് കടമെടുക്കുന്നതിന് സംസ്ഥാനത്തിന് അനുമതി നൽകിയിരുന്നു. അത്തരം ചെറിയ ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിന് ഇപ്പോഴും നൽകുന്നതിൽ എതിർപ്പില്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. പക്ഷേ കപിൽ സിബൽ ആവർത്തിച്ച് കോടതിയിൽ പറഞ്ഞത് അർഹതപ്പെട്ട തുകയാണ് ഈ കേന്ദ്രം പറയുന്നതെന്നതാണ്. ഏതായാലും ഈ വിഷയത്തിൽ ചർച്ചകൾ തുടരാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചുവെങ്കിലും ഈ കേരളം അതിന് തയ്യാറായില്ല. മറിച്ച് ഈ വിഷയത്തിൽ കോടതി വിശദമായി വാദം കേട്ട് ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടത്. തുടർന്ന് മാർച്ച് 6, 7 തീയതികളിൽ ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കുവാനാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തിന് അർഹതപ്പെട്ട തുക മാത്രമാണ് ഇപ്പോൾ കേന്ദ്രം കടമെടുക്കാൻ അനുവദിച്ചിരിക്കുന്നത് എന്ന ഒരു നിലപാട് കേരളം പറയുമ്പോൾ ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ 11,000-ഉം അതുപോലെ തന്നെ 2,000-ഉം ഉൾപ്പെടെ 13,000 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകാം. അത് ഇന്ന് തന്നെ നൽകാമെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഹർജി പിൻവലിച്ചാൽ 13,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാമെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്.